അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം, സീറത്തുൻ നബവിയ്യ, ഒരു വിഷയത്തിൻ്റെ തുടർച്ചയെന്നോണം 94-ാമത്തെ ഒരു ഭാഗത്ത് ഇപ്പോൾ നമ്മൾ അഹ്സാബ് യുദ്ധത്തെ സംബന്ധിച്ചായിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നത്. മദീനയിൽ നിന്നും നേരത്തെ പുറത്താക്കപ്പെട്ട ഖൈബർ ദേശത്തുണ്ടായിരുന്ന ബനൂ നദീർ ഗോത്രം, അവരുടെ ആ പ്രലോഭനത്തിൻ്റെ ഫലമായിട്ട് മക്കയിലുണ്ടായിരുന്ന ഖുറൈശികളും ഖത്ഫാൻ ഗോത്രവും മറ്റു ഇതര സഖ്യഗോത്രങ്ങളെല്ലാം ചേർന്ന് വലിയൊരു സൈനിക ശക്തി അൽ അഹ്സാബ്, 10,000-ഓളം വരുന്ന ആ ഒരു സൈന്യം മദീനയെ ആക്രമിക്കാൻ വേണ്ടി പുറപ്പെട്ട ആ ഒരു വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിക്കുകയാണ്. അവിടെയാണ് നമ്മൾ പോസ് ചെയ്തത്. അപ്പോൾ 10,000-ഓളം വരുന്ന ആ ഒരു സൈന്യം, അത്രയും വലിയൊരു സൈന്യം അതിനു മുമ്പ് അറേബ്യൻ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഒരുപക്ഷേ ആ മദീനയിലെ മൊത്തം ജനസംഖ്യയേക്കാൾ, അവിടെയുള്ള സ്ത്രീകളും കുട്ടികളും ആ വൃദ്ധന്മാരും എല്ലാം അടങ്ങുന്ന മൊത്തം ജനസംഖ്യയേക്കാൾ വരുന്ന ഒരു സൈന്യമായിട്ടാണ് അവർ പുറപ്പെട്ടിട്ടുള്ളത്. ആ സൈന്യനിരകൾ ഒന്നടങ്കം മദീനക്കെതിരെ ഒരു മിന്നലാക്രമണം അടിച്ചുവിടുകയാണെങ്കിൽ അതോടുകൂടെ ആ മദീന എന്നേക്കും ഒരു ചരിത്രമായിട്ട് മാറും. അപ്പം അതിൻ്റെ ആ ഒരു ഗൗരവമെല്ലാം കണക്കിലെടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പതിവ് പോലെ അനുചരന്മാരെ ബദറിലും ഉഹുദിലെല്ലാം അവരോട് കൂടി അന്വേഷിച്ചതുപോലെ തന്നെ റസൂലുള്ളാഹ് ഏത് വിധമാണ് നമ്മൾ പ്രതിരോധം തീർക്കേണ്ടതെന്നുള്ള കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി അനുചരന്മാരെ വിളിച്ചു ചേർക്കുകയാണ്. അങ്ങനെ റസൂലുള്ളാഹ് തനിക്ക് ലഭിച്ചിട്ടുള്ള വിവരം, ആ സൈന്യം പുറപ്പെട്ട വിവരം അവരിലേക്ക് ഷെയർ ചെയ്യുകയാണ്. നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ നേർക്ക് നേരെ ബദറും ഉഹുദെല്ലാം പോലെ ആ രൂപത്തിലൊരു സംഘടനം അവിടെ പ്രായോഗികമല്ല. കാരണം അത്രയും വലിയൊരു നമ്പറായിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ കൂടുതൽ അഭിപ്രായങ്ങളൊന്നും അവിടെ ഉയരുന്നില്ല. പക്ഷേ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു സൊല്യൂഷനായിട്ട് ആ സദസ്സിൽ നിന്നും ഒരാൾ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. അത് പ്രസിദ്ധ സ്വഹാബി സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആണ്. പേർഷ്യക്കാരനായിരുന്ന സൽമാൻ. അസീറയിലുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു എൻട്രി ഈ ഒരു ഭാഗത്താണ് കാണാൻ സാധിക്കുന്നത്. വളരെ നേരത്തെ തന്നെ അസീറയുടെ ആദ്യ ഭാഗങ്ങളിൽ തന്നെ പ്രവാചകത്വത്തിൻ്റെ അടയാളങ്ങളെല്ലാം വിശദീകരിച്ച സമയത്ത് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് നമ്മൾ പരാമർശിച്ചിരുന്നു. അതിന് പുറമെ അദ്ദേഹത്തിൻ്റെ ആ മുഴുനീള ചരിത്രം, 2 മണിക്കൂറോളം വരുന്ന ആ മുഴുനീള ചരിത്രം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വിശദീകരിച്ചിരുന്നു. അത് ശ്രമിക്കാത്ത ആളുകൾക്കായിട്ട് പ്ലേലിസ്റ്റിൽ ഈ ഒരു ഭാഗത്ത് അത് ഉൾപ്പെടുത്തുന്നതാണ്. അവിടെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, അദ്ദേഹം മജൂസി, സൊറസ്ട്രിയൻ, ആ സൗരാഷ്ട്ര മതക്കാരനായിരുന്നു. പിതാവാകട്ടെ ആ നാട്ടിലെ ഏറ്റവും വലിയൊരു പുരോഹിതനായിരുന്നു. അവരുടെ മഠത്തിൽ വിളക്ക് കത്തിക്കുന്ന ജോലിയായിരുന്നു പിതാവിന്. അങ്ങനെയാണ് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ഒരിക്കൽ വഴിമധ്യേ ഉണ്ടായിരുന്ന ഒരു മഠത്തിൽ മറ്റൊരു പുരോഹിതനിൽ നിന്നും ആ യഥാർത്ഥത്തിലുള്ള സത്യം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച യഥാർത്ഥത്തിലുള്ള ആ സത്യത്തെ സംബന്ധിച്ച് അദ്ദേഹം കേട്ടറിയുന്നു. അങ്ങനെ ആ ഒരു സത്യം അന്വേഷിച്ച് അദ്ദേഹം വീട് വിട്ട് യാത്രയാവുകയാണ്. അങ്ങനെ പതിറ്റാണ്ടുകൾ നീണ്ട 40ഓളം വർഷം നീളുന്ന സുദീർഘമായിട്ടുള്ള യാത്രയാണ്. ഒന്നിനു പിറകെ മറ്റൊന്ന് ആയിട്ട് നിരവധി രാജ്യങ്ങൾ താണ്ടി വളരെ സാഹസികമായിട്ടുള്ള നിരവധി അനുഭവങ്ങളിലൂടെ വ്യത്യസ്ത ഗുരുനാഥാക്കന്മാരിലൂടെ അദ്ദേഹം കടന്നു പോകുന്നുണ്ട്. അവരിൽ നിന്നെല്ലാം വിദ്യ അഭ്യസിച്ച് അവസാനത്തെ 4ാമത്തെ ഗുരുനാഥനെ സമീപിച്ച് അയാൾ രോഗശയ്യയിൽ മരണാസന്നനായിട്ട് കിടക്കുന്ന സമയത്ത് അദ്ദേഹം സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ ഉപദേശിക്കുന്നുണ്ട്. ഇനിയും നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ആ യഥാർത്ഥത്തിലുള്ള ആ സത്യത്തിൻ്റെ പാതയിൽ നിലകൊള്ളുന്ന മറ്റാരെങ്കിലും ഭൂമിയിൽ അവശേഷിക്കുന്നുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. നമ്മുടെ ഗ്രന്ഥത്തിൽ സുവിശേഷം നൽകപ്പെട്ടതുപോലെ വരാനിരിക്കുന്ന ഒരു പ്രവാചകന്റെ ആഗമനത്തിനുള്ള ഏകദേശ സമയമായിട്ടുണ്ട്. അള്ളാഹു അതെല്ലാം അവർക്ക് അടയാളങ്ങൾ സഹിതം നൽകിയിരുന്നു. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് സൊഫിൻ്റെ 6ാമത്തെ വചനത്തിൽ മുബശ്ശിറൻ ബി റസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, വരാനിരിക്കുന്ന അഹ്മദ്, ആ പാരക്ലിറ്റോസ്, ആ ഒരു പ്രവാചകനെ സംബന്ധിച്ചുള്ള സുവിശേഷം അവർക്ക് ലഭിച്ചിരുന്നു. അതോടൊപ്പം ആ പ്രവാചകനെ തിരിച്ചറിയാനുള്ള 3 പ്രധാനപ്പെട്ട അടയാളങ്ങളും അവസാനമായിട്ട് ആ ഗുരുനാഥൻ നൽകുന്നുണ്ട്. ഒന്നാമത്തെ അടയാളം, അദ്ദേഹം ഈത്തപ്പനയുടെ നാട്ടിലായിരിക്കും വരിക. രണ്ടാമതായിട്ട് അദ്ദേഹം സ്വതക്ക, ദാനം സ്വീകരിക്കില്ല, അതേസമയം ഹദിയ, ആ പാരിതോഷികങ്ങൾ സ്വീകരിക്കും. മൂന്നാമതായിട്ട് ആ മുതുകിൻ്റെ ഭാഗത്ത്, ആ ഷോൾഡറിനിടയിലുള്ള ആ പ്രവാചകത്വ മുദ്ര. അങ്ങനെ ഗുരുനാഥൻ്റെ ആ മരണത്തിന് ശേഷം സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ഈത്തപ്പനയുടെ നാട് അന്വേഷിച്ച് അങ്ങനെ അവസാനം അറേബ്യയിൽ എത്തുന്നുണ്ട്. അവിടെ മറ്റുള്ള ആളുകളുടെ അടിമയായി മാറുന്നു. ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ ചെയ്ത് ഖുബയിൽ എത്തുന്നത്. ആ ഖുബയിൽ പോയി സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ആദ്യത്തെ 2 ആ ഒരു കാര്യങ്ങളും പരീക്ഷിച്ചറിയുന്നു. അതിനുശേഷം മൂന്നാമതായിട്ട് ആ ബഖീൽ ഗർഖദിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ ഖബറടക്കുന്ന അതിനിടയിൽ റസൂലുള്ളാഹിൻ്റെ ആ മേൽമുണ്ട് നീങ്ങിയ സമയത്ത് ആ മുതുകിലുള്ള പ്രവാചകത്വ മുദ്ര കണ്ടതോടുകൂടെ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ കെട്ടിപ്പിടിച്ച് പോയി ഉണ്ടായ കാര്യങ്ങൾ, ആ 40 വർഷത്തെ
ആ യാത്രയുടെ ചരിത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെ റസൂലുള്ളാഹിയും സ്വഹാബികളും അത്യധികം അത്ഭുതത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ ആ സാഹസിക യാത്രയുടെയും ആ സത്യത്തിൽ എത്തിച്ചേർന്ന അവിശ്വസനീയമായിട്ടുള്ള സംഭവമെല്ലാം അവർ ശ്രമിക്കുകയാണ്. അതിനുശേഷം ആ സമയത്തും സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു അവിടെ ഒരു യജമാൻ്റെ കീഴിൽ അടിമയായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി ഉടനെ തന്നെ അദ്ദേഹത്തോട് ആ മോചനം, ആ റിലീസ് വാങ്ങാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അങ്ങനെ യജമാനായിട്ട് ആ മുഖാത്തബ, ആ മോചന കരാറുണ്ടാക്കുകയാണ്. പക്ഷേ യജമാനൻ വലിയൊരു തുകയാണ് ആ മോചനദ്രവ്യമായിട്ട് ആവശ്യപ്പെടുന്നത്. 300 പാകമായിട്ടുള്ള ഈത്തപ്പന മരങ്ങളും 40 ഊക്കിയ സ്വർണവും, അത്രയും വലിയൊരു തുക ആവശ്യപ്പെടുന്നു. സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു വന്ന് വീണ്ടും റസൂലുള്ളാഹിനെ കാണുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ മുസ്ലിങ്ങളെയും വിളിച്ചു ചേർത്ത് ഐനു അഹാക്കും, നിങ്ങൾ നിങ്ങളുടെ സഹോദരൻ ഇക്കാര്യത്തിൽ നിങ്ങൾ സഹായിക്കുക. അങ്ങനെ ഓരോ ആളുകളും അവർക്ക് കഴിയാവുന്ന വിധം നിരവധി ഈത്തപ്പന മരത്തിൻ്റെ തൈകൾ അവിടെ കൊണ്ടുപോയി. അങ്ങനെ അവസാനം അവർ ഒന്നടങ്കം 300ഓളം ഈത്തപ്പന മരത്തിൻ്റെ തൈകൾ അവർ സ്വരൂപിക്കുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹുയെയും മറ്റുള്ള ആളുകളെയും വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഇനി 300 നിങ്ങൾ കുഴികൾ നിർമ്മിക്കുക. ആ കുഴി ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ ആരും അതിൽ തൈകൾ നടരുത്, എന്നെ നിങ്ങൾ കാത്തു നിൽക്കുക. അങ്ങനെ അവർ പോയി 300 കുഴികൾ കുഴിച്ചു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് വന്നു. റസൂലുള്ളാഹിൻ്റെ ആ ബർക്കത്താക്കപ്പെട്ട കൈകളാൽ ആ 300 കുഴികളിലും റസൂലുള്ള തൈകൾ വെക്കുകയാണ്. ആ ഒരു ബർക്കത്ത് കാരണം തന്നെ ഉടനെ തന്നെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ആ 300 തൈകളും വളർന്നു വലുതാവുകയാണ്. അതോടൊപ്പം ആ 40 ഊക്കിയ സ്വർണവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകി. അവസാനം സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹുവിന് ആ റിലീസ്, മോചനം ലഭിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം സ്വതന്ത്രനായിട്ട് റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ഈ ഒരു കാലത്തിനിടയിൽ പ്രധാനപ്പെട്ട ബദർ മുഹദെല്ലാം അതിനിടയിൽ കഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതിലൊന്നും പങ്കെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അപ്പം അദ്ദേഹം ആദ്യമായിട്ട് പങ്കെടുക്കുന്ന യുദ്ധം ഖന്തക്ക് യുദ്ധമാണ്. അപ്പോൾ ആദ്യത്തെ യുദ്ധത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഏറ്റവും ശ്രദ്ധേയമായിട്ടൊരു റോളിൽ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹുവിനെ നമ്മളിവിടെ കാണുകയാണ്. അങ്ങനെ നമ്മൾ ആ ചരിത്രത്തിലേക്ക് തന്നെ തിരിച്ചു വരാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരന്മാരെ മുഴുവൻ വിളിച്ചു ചേർത്ത് അവരുമായിട്ട് കൂടിയാലോചിക്കുകയാണ്. അംറുഹും ഷൂറാ ബൈനഹും. ആ സമയത്ത് സദസ്സിൽ നിന്നും സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റുന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞു. യാ റസൂലുള്ളാഹ്, കുന്നാബിൽ ഫാരിസി ഇദാ ഹുസിർന ഖന്തഖ്ന അലൈന. അദ്ദേഹം പറയാണ്, ഞങ്ങളുടെ നാട്ടിൽ, അതായത് പേർഷ്യയിലുള്ള പഴയൊരു സമ്പ്രദായം അദ്ദേഹം പറയുകയാണ്, ഞങ്ങളുടെ നാട്ടിൽ ഇതേ രൂപത്തിൽ വലിയ സൈന്യമെല്ലാം ഒന്നിച്ച് ആക്രമിക്കാൻ വന്നാൽ ഞങ്ങൾ പട്ടണത്തിന് ചുറ്റും വലിയ കിടങ്ങ് കുടിച്ച് ഞങ്ങൾ പ്രതിരോധിക്കാറുണ്ടായിരുന്നു. അതേ രൂപത്തിൽ നമുക്ക് ചെയ്താലോ? അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം. ഇപ്പം തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു സജഷനാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അറബികൾക്ക് തീർത്തും അപരിചിതമായിട്ടുള്ളൊരു പദ്ധതി. ഇതേ രൂപത്തിൽ കിടങ്ങ് കുടിച്ച് പ്രതിരോധം തീർക്കുന്ന ഒരു യുദ്ധരീതി അതുവരെ അറബികൾക്ക് അപരിചിതമായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ഒരു ആശയം, റസൂലുള്ളാഹിക്ക് അത് തരക്കേടില്ലാത്തതായിട്ട് തോന്നി. റസൂലുള്ളാഹി അവരായിട്ട് ചർച്ച ചെയ്ത് അവസാനം ആ ഒരു പദ്ധതി, അദ്ദേഹം മുന്നോട്ട് വെച്ച ആ ഒരു പദ്ധതി തന്നെ നടപ്പിലാക്കാൻ അവർ ഐക്യകണ്ഠേന അവർ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പോസ് ചെയ്തിട്ട് ആ വരികൾക്കിടയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന മനോഹരമായിട്ടുള്ള ചില പോയിന്റുകൾ ഒന്നാമതായിട്ട് ചിന്തിച്ചു നോക്കുക. അതായത് ആ നാട്ടുകാരനല്ലാത്ത വിദേശിയായിട്ടുള്ള ഒരാൾ തികച്ചും അവർക്ക് തീർത്തും അപരിചിതമായിട്ടുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ച സമയത്ത്, അത് ആ സന്ദർഭത്തിന് അനുയോജ്യമാണെന്ന് കണ്ട സമയത്ത് അവർ ഒന്നടങ്കം അത് സ്വീകരിക്കാൻ അവർ കാണിക്കുന്ന മനസ്സ്, അതല്ലാതെ ഇയാളാരാണിത് പറയാൻ, ഞങ്ങൾ നാട്ടുകാരിവിടെ ഇല്ല, എത്രയോ കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള ഞങ്ങളെ സീനിയർ മെമ്പർമാർ ഇവിടെ ഇല്ലേ, അവർക്കൊന്നുമില്ലാത്തൊരു അഭിപ്രായം, ആ രൂപത്തിലൊന്നുമല്ല. മറിച്ച് അദ്ദേഹം അത് മുന്നോട്ട് വെച്ച സമയത്ത് തന്നെ അത് ഗുണകരാണെന്ന് കണ്ട സമയത്ത് ഒന്നടങ്കം അത് സന്തോഷത്തോടെ സ്വീകരിക്കാൻ അവർ കാണിക്കുന്ന ആ മനസ്സ്, അത് ആ ഒരു ഉമ്മത്തിൻ്റെ ക്വാളിറ്റിയാണ് കാണിച്ചു തരുന്നത്. അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന അതിമനോഹരമായിട്ടുള്ളൊരു മാതൃക, തീർത്തും അവർക്ക് അപരിചിതമായിട്ടുള്ള, ഒരിക്കൽ പോലും അവർ പരീക്ഷിച്ചിട്ടില്ലാത്ത ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള നൂതനമായിട്ടുള്ളൊരു ആശയം. ഇപ്പോൾ നമ്മൾ തിങ്ക് ഔട്ട്സൈഡ് ദ ബോക്സ് എന്നെല്ലാം പറയാറുണ്ട്. ആ രൂപത്തിലുള്ള ഒരു ആശയം അത് മുന്നോട്ട് വെച്ച ഉടനെ തന്നെ അത് സ്വീകരിക്കാൻ റസൂലുള്ളാഹി കാണിക്കുന്ന ആ ഒരു മനസ്സ്, അത് യഥാർത്ഥത്തിൽ കാണിച്ചു തരുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള നൂതനമായിട്ടുള്ള ആശയങ്ങൾ, ഐഡിയകൾ അത് ആര് തന്നെ കണ്ടെത്തിയാലും ശരി, അത് നമ്മുടെ അഖീദ മതഅധ്യാപനങ്ങൾക്ക് എതിരല്ലെങ്കിൽ നമുക്കത് സ്വീകരിക്കാവുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ മതരംഗത്ത് ഇന്നൊവേഷനുകൾ, അതായത് ബിദ്അത്തുകൾ, അത് തള്ളപ്പെടേണ്ടതാണ്, വിലക്കപ്പെട്ടതാണ്. അതേസമയം ഭൗതിക മേഖലയിൽ, ശാസ്ത്ര സാങ്കേതിക രംഗത്ത് അത്തരത്തിലുള്ള ഇന്നൊവേഷനുകൾ അത് മനുഷ്യരാശിക്ക് ഗുണകരാണെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. അത് നമുക്കറിയാം, മുസ്ലിം ഉമ്മത്തിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അത് മനസ്സിലാക്കി തന്നെ ഇത്തരത്തിൽ ഇന്നൊവേറ്റീവായിട്ടുള്ള നിരവധി ചിന്തകളും കണ്ടെത്തലുകളെല്ലാം നടത്തി ലോകത്തെ നയിച്ച വലിയൊരു പാരമ്പര്യം മുസ്ലിം ഉമ്മത്തിന് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് പറയപ്പെടുന്ന ഒരു ഖൗലിലും അൽ ഹിക്മത്തു ളല്ലത്തുൽ മുഅ്മിൻ, അറിവ് അല്ലെങ്കിൽ ഹിക്മത്ത് എന്നുള്ളത് വിശ്വാസിയുടെ വീണുപോയ കളഞ്ഞുപോയിട്ടുള്ള സമ്പത്താണ്. അത് എവിടെ കണ്ടാലും നിങ്ങൾ ശേഖരിക്കുക, പെറുക്കിയെടുക്കുക. ആ രൂപത്തിലുള്ള ഉദ്ധരണികളെല്ലാം കാണാൻ സാധിക്കും. അതായത് ആര് പറയുന്നു, ആര് കണ്ടെത്തുന്നു എന്നല്ല, മറിച്ച് പറയുന്ന കാര്യം അല്ലെങ്കിൽ കണ്ടെത്തിയ കാര്യം അത് ഗുണകരാണെങ്കിൽ അത് ഉപയോഗിക്കാനും അത് പ്രചരിപ്പിക്കാനെല്ലാം നമ്മൾ മുന്നിൽ വേണം എന്നുള്ളതാണ്. ആ ഒരു അറിവിൻ്റെ കാര്യത്തിൽ, അത് മതപരമല്ലാത്ത ഭൗതിക വിഷയങ്ങളിൽ പോലും അറിവ് സ്വീകരിക്കുന്നതിൻ്റെ കാര്യത്തിൽ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ മാതൃക കാണിച്ചിരുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് സ്വഹീഹ് മുസ്ലിമിൽ കിതാബുൻ നിക്കാഹിൽ കടന്നു വരുന്നൊരു ഹദീസ് ഗീലയുമായിട്ട് ബന്ധപ്പെട്ടത്. ഗീല എന്ന് വെച്ചാൽ ഇപ്പോൾ മുലയൂട്ടുന്ന സമയത്ത് ഭാര്യയുമായിട്ടുള്ള ശാരീരിക ബന്ധം, അതുമായിട്ട് ബന്ധപ്പെട്ട് റസൂലുള്ളാഹി പറയുന്നുണ്ട്, ലഖദ് ഹമംതു അൻ അൻഹാ അനിൽ ഗീല. ആ ഗീല, ആ ഒരു സമ്പ്രദായം ഞാൻ നിരോധിക്കാൻ കരുതിയതായിരുന്നു. ആ സമയത്താണ് ഫനദർതു ഫിർ റൂമി വൽ ഫാരിസ്, അതായത് റോമക്കാരും പേർഷ്യക്കാരെല്ലാം അക്കാര്യം ചെയ്യുന്നുണ്ട്, അത് ചെയ്യുന്നതുകൊണ്ട് അവർക്കിടയിൽ യാതൊരു കുഴപ്പമില്ല, അതുകൊണ്ട് ഞാനത് നിങ്ങളെ വിലക്കുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു പ്രത്യേക വിഷയത്തിൽ അവരുടെ സമ്പ്രദായങ്ങൾ നോക്കി അത് ഗുണകരാണെന്ന് മനസ്സിലാക്കിയ സമയത്ത് റസൂലുള്ളാഹി അത് സ്വീകരിക്കുകയാണ്. ആ ഒരു മൈൻഡ് സെറ്റ് വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും. ഒരല്പം കൂടെ നമ്മൾ സീറ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിലേക്കെല്ലാം പിന്നീട് നമ്മൾ വരും. ഹുദൈബിയ സന്ധിക്ക് ശേഷം റസൂലുള്ളാഹി ലോകത്തുള്ള വ്യത്യസ്ത രാജാക്കന്മാരിലേക്ക് റസൂലുള്ളാഹി കത്തുകൾ എഴുതുന്നുണ്ട്. അറേബ്യക്ക് പുറത്തുള്ള റോമിലും പേർഷ്യയിലുള്ള രാജാക്കന്മാർക്കെല്ലാം കത്തെഴുതിയ സമയത്ത് ചില ആളുകൾ റസൂലുള്ളാഹിനോട്, അതായത് ഇവരായിട്ടെല്ലാം ഡീൽ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ചില ആളുകൾ റസൂലുള്ളാഹിനെ ഉപദേശിച്ചോ, പ്രവാചകരെ ഈ രൂപത്തിൽ കത്ത് എഴുതിയാൽ അവർ വായിക്കില്ല, അവർക്ക് അവരുടേതായിട്ടുള്ളൊരു സിസ്റ്റം ഉണ്ട്, അതായത് നിങ്ങളുടെ സീല് പതിപ്പിച്ച കത്തുകൾ മാത്രമേ അവർ വായിക്കുള്ളൂ. അപ്പോൾ റസൂലുള്ളാഹി ഉടനെ തന്നെ അത് അവരുടെ സിസ്റ്റമാണ്, അത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ആ രൂപത്തിലൊന്നും പറയാതെ ഉടനെ തന്നെ റസൂലുള്ളാഹി തനിക്ക് വേണ്ടി ഒരു സീല് നിർമ്മിക്കാൻ വേണ്ടി റസൂലുള്ളാഹി കൽപ്പിക്കുന്നുണ്ട്. സ്വഹീഹ് ബുഖാരിയിൽ ഉദ്ധരണി കാണാൻ സാധിക്കും. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. ആ ഒരു പോയിന്റിലാണ് റസൂലുള്ളാഹിക്ക് ആ സീല് പതിപ്പിച്ച ആ മോതിരം, വെള്ളിയുടെ മോതിരം നിർമ്മിക്കുകയാണ്. ആ മോതിരത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് കൊത്തിവെച്ചിരുന്നു. ആ കൊത്തിവെച്ച രൂപം പോലും ഹദീസിൽ പറയുന്നുണ്ട്. അതിൽ മുഹമ്മദ് എന്നുള്ളത് ഏറ്റവും അടിയിലും അതിനുശേഷം റസൂൽ എന്നും അതിനുശേഷം ഏറ്റവും മുകളിൽ കലിമത്തുല്ലാഹി ഹിയൽ ഒലിയ, അള്ളാഹിൻ്റെ നാമം ഏറ്റവും മുകളിൽ, ആ രൂപത്തിലായിരുന്നു ആ പേരെഴുതിയത്. ആ ഒരു സീല് റസൂലുള്ളാഹി ആ ഒരു പോയിന്റിൽ നിർമ്മിക്കുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ ഭൗതികമായിട്ടുള്ള വിഷയത്തിൽ അത്തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റ് അത് റസൂലുള്ളാഹിൻ്റെ കാലശേഷവും. അപ്പോൾ നമുക്ക് റസൂലുള്ളാഹിൻ്റെ കാലത്ത് ഇസ്ലാമിക മുസ്ലിം ഉമ്മത്തിന് നാവികസേന ഉണ്ടായിരുന്നില്ല. കടലെന്ന് പറഞ്ഞാൽ അവർക്ക് ഭയമായിരുന്നു. പക്ഷേ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ അവർ കപ്പൽ നിർമ്മിച്ച് പിന്നീട് ഒരു നാവികസേനയെല്ലാം മുസ്ലിം ഉമ്മത്തിന് ഉണ്ടാകുന്ന ചരിത്രമെല്ലാം മുന്നോട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ചുരുക്കത്തിൽ ഈ രൂപത്തിലുള്ള നൂതനമായിട്ടുള്ള ആശയങ്ങൾ അത് സ്വീകരിച്ച് അതിൻ്റെ മനോഹരമായിട്ടുള്ളൊരു അധ്യാപനമാണ് അവിടെ നമുക്ക് ലഭിക്കുന്നത്. നമ്മളെ ചരിത്രത്തിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആ സൈന്യത്തിൻ്റെ വരവിനെ പ്രതിരോധിക്കാൻ വേണ്ടി വലിയൊരു കിടങ്ങ് കുടിക്കാനുള്ള നിർദ്ദേശം സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു മുന്നോട്ട് വെക്കുന്നു. അവർ ഒന്നടങ്കം ആ നിർദ്ദേശം സ്വീകരിച്ച് ഐക്യകണ്ഠേന അത് നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ഉയർന്നു വരുന്നൊരു പ്രശ്നം, മദീന എന്നുള്ള വലിയ പട്ടണത്തിൻ്റെ ചുറ്റും വലിയ കിടങ്ങ് കുഴിക്കേണ്ടതുണ്ടോ? കാരണം ശത്രുക്കൾ ഓൾറെഡി പുറപ്പെട്ടിട്ടുണ്ട്. അപ്പം അത്രയും വലിയൊരു ഏരിയ കുഴിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. അവിടെയാണ് മദീനയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ളൊരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത്. പലതവണയായിട്ട് ഹിജ്റയുടെ ആരംഭത്തിലും ആ മദീനൻ സീറയുടെ ആരംഭത്തിലെല്ലാം ഞാനിത് പലതവണയായിട്ട് സൂചിപ്പിച്ചിരുന്നു. അതായത് മദീനയുടെ കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങൾ, ഈ രണ്ട് ഭാഗങ്ങളും അഗ്നിപർവ്വത മേഖലകളാണ്. അതായത് അവിടെ ഇന്നും ഹെറ ഷർക്കിയ, ഹെറ ഗർബിയ എന്നുള്ള പേരിൽ ആ രണ്ട് ഭാഗവും നിറയെ അഗ്നിപർവ്വത ശിലകളാണ്. ഒരു തവണ ഓർക്കുന്നുണ്ട്, മദീന സന്ദർശിച്ച് വരുന്ന സമയത്ത് അത് കാണാൻ വേണ്ടി മാത്രമായിട്ട് ആ ഭാഗത്തേക്ക് പോയി. അവിടെ നിരവധി അഗ്നിപർവ്വതങ്ങൾ, ആക്റ്റീവ് അല്ലാത്ത അഗ്നിപർവ്വതങ്ങൾ ഇന്നും അതേ രൂപത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഈ അഗ്നിപർവ്വത ശിലകൾ, വോൾക്കാനിക് റോക്കുകൾ, അത് വളരെ കൂർത്ത പാറകളാണ്. അപ്പോൾ അതിലൂടെ ഒട്ടകത്തിനോ കുതിരക്കോ മനുഷ്യർക്കോ ഒന്നും നടക്കാൻ സാധ്യമല്ല. അപ്പം അതുകൊണ്ട് തന്നെ അതിലൂടെ ഈ രണ്ട് ദിക്കുകളിലൂടെ ഒരു സൈനിക മുന്നേറ്റം എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ രണ്ട് ഭാഗം കിഴക്കും പടിഞ്ഞാറും ആ രൂപത്തിൽ നാച്ചുറലി പ്രൊട്ടക്റ്റഡ് ആണ്. പിന്നീടുള്ളത് തെക്ക് ഭാഗമാണ്, സൗത്ത്. അത് അവിടെ ആകട്ടെ നിരവധി ഈത്തപ്പന തോട്ടങ്ങളാണ്, പ്ലാന്റേഷനുകളാണ്, അതേപോലെ തന്നെ നിരവധി കൊച്ചു ഗ്രാമങ്ങളുണ്ട്. അപ്പോൾ അതുവഴിയും ഒരിക്കലും ഒരു സൈനിക മുന്നേറ്റം അസാധ്യമാണ്. അപ്പോൾ ഈ മൂന്ന് മേഖലകളും ആ രൂപത്തിൽ സംരക്ഷിതമാണ്. പിന്നീട് ആകെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ആ വടക്ക് ഭാഗമാണ്. അവിടെ ജനവാസം കുറഞ്ഞ ഏരിയയാണ്. അതിലൂടെ ഒരു സൈനിക നീക്കം എല്ലാ അർത്ഥത്തിലും സാധ്യമാണ്. അപ്പോൾ ആ ഒരു ഭാഗത്ത് തന്നെയാണ് ആ ബനൂ ഖുറൈള ഗോത്രം ഇരിക്കുന്നത്. ഓർക്കുന്നുണ്ട്, അതായത് മദീനയിൽ അവശേഷിക്കുന്ന ഏക ജൂത ഗോത്രം. അവർ ഈ അഹ്സാബ് യുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റുകളിലൊന്നാണ്. ഇൻഷാ അല്ലാഹ് അവരിലേക്ക് അടുത്ത എപ്പിസോഡിൽ നമ്മൾ വരും. അപ്പോൾ ആ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന വടക്ക് ഭാഗത്ത് മാത്രമേ അവർ കിടങ്ങ് കുഴിക്കേണ്ടതുള്ളൂ. ആ വടക്ക് ഭാഗത്ത് തന്നെയാണ് മദീനയിലെ പ്രധാനപ്പെട്ട ഒരു പർവ്വതം ജബലു സലഅ്. ആ സലഅ് പർവ്വതവും ആ ഭാഗത്താണുള്ളത്. അത് ഇപ്പോൾ മസ്ജിദ് നബവിയുടെ 500-700 മീറ്റർ അപ്പുറത്തായിട്ട് 2-2.5 കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്ന വളരെ നീളമുള്ളൊരു പർവ്വതമാണ് ജബലു സലഅ്. ആ പർവ്വതത്തിൻ്റെ ആ ഒരു പരിസരമാണ് അവർ കിടങ്ങിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ ഉഹുദ് യുദ്ധത്തിന് ഉഹുദ് മലയുമായിട്ടുള്ള ബന്ധം പോലെയാണ് ഖന്തക്ക് യുദ്ധത്തിന് ആ സലഅ് പർവ്വതമായിട്ടുള്ളത്. ഒരല്പം നമ്മൾ ഫോർവേഡ് ചെയ്യുകയാണെങ്കിൽ ആ ഖന്തക്ക് യുദ്ധം ആരംഭിച്ച സമയത്ത് ആ സലഅ് പർവ്വതത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് റസൂലുള്ളാഹിക്ക് വേണ്ടി അവരൊരു കൂടാരം, ഒരു ടെൻറ്റ് നിർമ്മിക്കുന്നുണ്ട്. അവിടെ പ്രാർത്ഥിക്കാനും നമസ്കരിക്കാനെല്ലാമായി. അങ്ങനെ അതിനകത്ത് വെച്ച് റസൂലുള്ളാഹി വിജയത്തിന് വേണ്ടി തുടർച്ചയായിട്ട് 3 ദിവസത്തോളം റസൂലുള്ളാഹി അവിടെ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം ഒരു ബുധനാഴ്ച ദിവസം ആ ളുഹറിനും അസറിനും ഇടയിൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നു. അപ്പോൾ ആ ഒരു കൂടാരം, ആ ഒരു ടെൻറ്റ് അവർ നിർമ്മിച്ച ആ ഒരു പ്രദേശം
പിൻകാലഘട്ടത്ത് അവിടെ മസ്ജിദുൽ ഫത്ഹ് അല്ലെങ്കിൽ മസ്ജിദുൽ അഹ്സാബ് എന്നുള്ള പേരിൽ ഒരു പള്ളി ഉയർന്നു വരുന്നുണ്ട്. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ടാകും. ഇന്ന് നമ്മൾ മദീന സിയാറത്ത് ചെയ്യുന്ന സമയത്ത് ആ ഖന്തക്കിൽ ആ ഒരു പള്ളി നമ്മൾ സന്ദർശിക്കാറുണ്ട്. അപ്പം അതാണ് ആ സൽഅ പർവ്വതം. ആ പർവ്വതത്തിൻ്റെ പരിസരമാണ് അവർ കിടങ്ങ് കുടിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പം ആ സൽഅ മല പിറകിലും സൈന്യം മുന്നിലും വരുന്ന വിധം ഏകദേശം 2 കിലോമീറ്റർ നീളത്തിൽ ഒരു വളയാകൃതിയിൽ ആ കിടങ്ങ് കുടിക്കാനായിരുന്നു അവരുടെ പ്ലാൻ. അപ്പം അതിനുവേണ്ടി റസൂലുള്ളാഹ്, അതായത് മൊത്തം 2 കിലോമീറ്റർ നീളത്തിൽ അത്രയും വലിയൊരു കിടങ്ങ് കുടിക്കേണ്ടതുണ്ട്. അതിനായി മൊത്തം അനുയായികളെ റസൂലുള്ളാഹ് 10 അംഗ സംഘങ്ങളാക്കി തിരിക്കുകയാണ്. ഓരോ 10 ആളുകൾക്കും ഒരു നിശ്ചിത ഏരിയ, അതായത് 40 മുഴം, അത് 10-12 മീറ്റർ വരുന്ന ആ ഏരിയയും റസൂലുള്ളാഹ് നിർണ്ണയിച്ച് നൽകുക. ആ ഏരിയയിൽ കിടങ്ങ് കുടിക്കേണ്ട ചുമതല ഈ 10 അംഗ സംഘത്തിനാകും. അവിടെ റസൂലുള്ളാഹിന്റെ ഒരു ബ്രില്യൻസ് എന്താണെന്ന് വെച്ചാൽ, അവർ കുടിക്കുന്ന ആ ഭാഗം യുദ്ധസമയത്ത് സംരക്ഷിക്കേണ്ട ചുമതലയും അവർക്ക് തന്നെ നൽകുകയാണ്. അതായത് അതിലൂടെ സൈന്യം ഒരിക്കലും ഇങ്ങോട്ട് കടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തേണ്ട, അല്ലെങ്കിൽ കടക്കുകയാണെങ്കിൽ പ്രതിരോധിക്കേണ്ട ആ ഒരു ചുമതല ഈ 10 അംഗ സംഘത്തിന് നൽകുകയാണ്. അങ്ങനെ നൽകുന്നതിലുള്ള ഒരു ഗുണം, ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, അവർ അവിടെ നന്നായിട്ട് തന്നെ കുടിക്കും. കാരണം ആ കിടങ്ങ് ആ ഭാഗത്ത് ഒരല്പം വീക്കാവുകയാണെങ്കിൽ ശത്രുക്കൾ അതുവഴി പ്രവേശിക്കും. അതുവഴി പ്രവേശിച്ചാൽ അവർക്ക് തന്നെയാണ് ആദ്യത്തെ അപകടം. ആ രൂപത്തിൽ റസൂലുള്ളാഹ് ഓരോ ആളുകൾക്കും ആ സ്ഥലം നിർണ്ണയിച്ച് നൽകി. ആ കിടങ്ങിൻ്റെ ആശയം മുന്നോട്ട് വെച്ച സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു മൊത്തം കിടങ്ങിൻ്റെ ആ മേൽനോട്ടം വഹിച്ചു. അദ്ദേഹത്തെ കൂടെ ലഭിക്കാൻ വേണ്ടി ഓരോ ടീമുകളും ഓരോ ആളുകളും അതിനു വേണ്ടി വാദം ഉന്നയിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം അൻസാരിയുമല്ല മുഹാജിറുമല്ല, രണ്ടിലും പെടാത്ത ആളാണ്. ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു പ്രസിദ്ധമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് റസൂലുള്ളാഹി പറയുന്നുണ്ട്, സൽമാൻ മിന്ന അഹ്ലുൽ ബൈത്ത്, സൽമാൻ ഫാരിസി ഞങ്ങളിൽ, അതായത് അഹ്ലു ബൈത്തിൽപ്പെട്ടവനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ആ ഒരു സന്ദർഭത്തിലായിരുന്നു. ആ കിടങ്ങിന്റെ നീളം ഏകദേശം 2 കിലോമീറ്റർ ആയിരുന്നു. അതേസമയം ആ കിടങ്ങിന്റെ വീതി 9 മുഴം, അതായത് ഒരു 5-6 മീറ്റർ, ആ രൂപത്തിലാണ് അവർ വീതി നിർണ്ണയിച്ചത്. അതിന്റെ കാരണം പറയുന്നത്, ഒരു കുതിരക്ക് 6 മുഴം വരെ ആ കുതിര ചാടിക്കടക്കും. അപ്പോൾ കുതിരക്കും ചാടിക്കടക്കാൻ സാധ്യമാകാത്ത രൂപത്തിലായിരിക്കണം ആ രൂപത്തിലാണ് അവർ അതിന്റെ വീതി നിർണ്ണയിച്ചത്. അങ്ങനെ മൊത്തം സ്വഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ ആ കിടങ്ങിന്റെ പണി ആരംഭിക്കുകയാണ്. അന്നത്തെ കാലത്ത് ഇപ്പോൾ ഇന്നത്തെ പോലെ ബുൾഡോസറോ JCB ഒന്നും ഇല്ല. അവർ ഇത്രയും ദൂരം അവർ സ്വന്തം കൈകൊണ്ട് കുടിക്കേണ്ടതുണ്ട്. അപ്പം അത് അവരുടെ കയ്യിൽ വേണ്ടത്ര പണിയായുധങ്ങളില്ലായിരുന്നു. അതേപോലെ തന്നെ ഏറ്റവും പ്രതികൂലമായിട്ടുള്ളൊരു സാഹചര്യമായിരുന്നു. കഠിനമായിട്ടുള്ള തണുപ്പും അതേപോലെ തന്നെ വേണ്ടത്ര ഭക്ഷണമൊന്നും ലഭ്യമല്ലാതെ വളരെ പട്ടിണിയിലായിരുന്ന ആ ഒരു സമയത്താണ് ഈ ഒരു പ്രതിസന്ധി അവരുടെ മുന്നിലേക്ക് വരുന്നത്. അത്തരം പ്രതികൂല സാഹചര്യങ്ങളെല്ലാം മറന്ന് കഠിനമായിട്ടുള്ള തണുപ്പിനെയും വിശപ്പൊന്നും വകവെക്കാതെ വളരെ ഉത്സാഹത്തോടു കൂടെ തന്നെ അവർ ആ കിടങ്ങിന്റെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പം അവർ ജോലിക്കിടെ ചില ഈരടികൾ ചെല്ലുന്നതായിട്ടും റസൂലുള്ളാഹി അവരുടെ ആ കഠിനാധ്വാനം കണ്ട് റസൂലുള്ളാഹി പാടുന്നുണ്ട്. സ്വഹീൽ ബുഖാരിയുള്ള ഹദീസിൽ, അല്ലാഹുമ്മ ഇന്നൽ ഐഷ ഐഷുൽ ആഖിറ ഫഗ്ഫിറിൽ അൻസാറ വൽ മുഹാജിരീൻ, യഥാർത്ഥത്തിലുള്ള ജീവിതം അത് പരലോക ജീവിതമാണോ അല്ലാഹ്, മുഹാജിറുകൾക്കും അൻസാറുകൾക്കും നീ പുറത്തു കൊടുക്കണേ, റസൂലുള്ളാഹി പാടാണ്. അതിനുള്ള മറുപടിയായിട്ട് അവരും ഏറ്റുപാടുന്നുണ്ട്, നഹ്നുല്ലദീന ബായഉ മുഹമ്മദൻ അലൽ ജിഹാദി മാ ബഖീന അബദ, ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടാൻ സന്നദ്ധരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രതിജ്ഞ ചെയ്തവരാണ് ഞങ്ങൾ. ആ രൂപത്തിലുള്ള ഈരടികളെല്ലാം ചൊല്ലി വളരെ ആവേശത്തോടു കൂടെ അവർ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ ശ്രദ്ധേയമായിട്ടൊരു പോയിന്റ്, ആ ലീഡറായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം ആ കൽപ്പനയും നൽകി അവിടെ ഇരിക്കല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടൊപ്പം അവരെക്കാൾ ആവേശത്തിൽ വളരെ ഉന്മേഷത്തോടു കൂടെ തന്നെ ആ കിടങ്ങ് നിർമ്മാണത്തിൽ സജീവമായിട്ട് അവരുടെ മുന്നിലുണ്ടായിരുന്നു. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു സ്വഹീൽ ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ അദ്ദേഹം പറയുന്നുണ്ട്, അന്നത്തെ ഒരു കാഴ്ച, ഞാൻ റസൂലുള്ളാഹി കിടങ്ങിൽ മണ്ണ് നീക്കുന്നതായിട്ട് ഞാൻ കണ്ടു. ആ രോമം മുറ്റിയ ശരീരത്തിൽ നിറയെ മണ്ണ് പറ്റിയത് കാരണം റസൂലുള്ളാഹിന്റെ ആ വയറിന്റെ തൊലി എനിക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. അതായത് ശരീരം മുഴുവൻ മണ്ണ് പുരളുന്ന രൂപത്തിൽ അവരോടൊപ്പം റസൂലുള്ളാഹിയും കഠിനാധ്വാനം ചെയ്യാൻ മുന്നിലുണ്ടായിരുന്നു. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞു കഠിനമായിട്ടുള്ള പട്ടിണിയായിരുന്നു. ആ പട്ടിണിയുടെ കാഠിന്യം എത്രത്തോളായിരുന്നെന്ന് അനസ് റളിയല്ലാഹു അൻഹു ബുഖാരി തന്നെ കടന്നു വരുന്ന ഹദീസിൽ അദ്ദേഹം പറയുന്നുണ്ട്, ആ കിടങ്ങ് കുടിക്കുന്ന ആളുകൾക്ക് ഭക്ഷണമായിട്ട് ലഭിച്ചത് ഇരു കൈകളിൽ ഒരല്പം ഗോതമ്പും രുചിഭേദം വന്ന ഒരു എണ്ണയും. ആ എണ്ണ അത് രുചിയില്ല എന്ന് മാത്രമല്ല, അതിനൊരു ദുർഗന്ധം ഉണ്ടായിരുന്നു. അതും ഭക്ഷിച്ചിട്ട് വേണം അവർ ഈ കഠിനാധ്വാനം ചെയ്യാൻ. അപ്പം ചില ആളുകൾ അവിടെ വിശപ്പിന്റെ കാഠിന്യം കാരണം വയറ്റിൽ കല്ലെല്ലാം വെച്ച് കെട്ടിയായിരുന്നു അവിടെ അധ്വാനിച്ചു കൊണ്ടിരുന്നത്. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു സ്വഹീൽ ബുഖാരി തന്നെ കടന്നു വരുന്ന ഒരു ഹദീസിൽ അദ്ദേഹം പറയുന്നുണ്ട്, വയറിൽ കല്ല് വെച്ച് കെട്ടി അധ്വാനിച്ചു കൊണ്ടിരുന്ന ചില ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ച് അവരനുഭവിക്കുന്ന പട്ടിണിയെ സംബന്ധിച്ച് ആവലാതിപ്പെട്ട സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വയറ് അവർക്ക് കാണിച്ചു കൊടുത്തു. അവിടെ ഒരു കല്ലായിരുന്നില്ല, 2 കല്ലും വെച്ച് കെട്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അധ്വാനിച്ചു കൊണ്ടിരുന്നത്. അത് കണ്ടതോടുകൂടെ പിന്നീട് അവർക്ക് യാതൊന്നും പറയാനുണ്ടായിരുന്നില്ല. എന്തൊരു ലീഡറാണ്, സുബ്ഹാനല്ലാഹ്. ആ റസൂലുള്ളാഹി അനുഭവിക്കുന്ന ആ പട്ടിണിയുടെ ആ ഒരു സീന്
ആ കൂട്ടത്തിൽ അത് കണ്ട സമയത്ത് ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹത്തിന് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. നേരത്തെ സീറയുടെ 86-ാമത്തെ എപ്പിസോഡിൽ ഈ സ്വഹാബിയെ സംബന്ധിച്ച് വിശദമായിട്ട് നമ്മൾ പ്രതിപാദിച്ചിരുന്നു. ആ കാഴ്ച കണ്ട ഉടനെ അദ്ദേഹം വീട്ടിലേക്ക് ഓടുന്നുണ്ട്. അങ്ങനെ വീട്ടിലെത്തി ജാബിർ റളിയല്ലാഹു അൻഹു ഭാര്യയോട് ചോദിച്ചു. നേരത്തെ ആ എപ്പിസോഡിൽ അദ്ദേഹം പുതുതായിട്ട് വിവാഹം കഴിച്ചതാണ്. അങ്ങനെ റസൂലുള്ളാഹി ഒട്ടകപ്പുറത്തിരുന്ന് ദാമ്പത്യ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് നിരവധി വിലപ്പെട്ട ഉപദേശങ്ങളെല്ലാം നൽകിയത് ആ ഭാഗത്ത് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഭാര്യയോട് ചോദിക്കുകയാണ്, ഹൽ ഇൻദകി ഷൈ, നിന്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടോ, അതായത് ഭക്ഷണമായിട്ട് ഇവിടെ എന്തെങ്കിലും എടുക്കാനുണ്ടോ? ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നി റഅയ്തു ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖമസൻ ഷദീദ, റസൂലുള്ളാഹിയെ അങ്ങേയറ്റം വിശക്കുന്ന നിലയിൽ ഞാൻ കണ്ടു. ലാ ത്വാഖത ലി, അതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ആ ഒരു കാഴ്ച. അത്രയേറെ വിശപ്പും സഹിച്ചാണ് റസൂലുള്ളാഹി അവിടെ ഉള്ളത്. അങ്ങനെ ഭാര്യ പോയിട്ട് വീട്ടിലെ മുഴുവൻ തപ്പിയ സമയത്ത് അവിടെ ഒരല്പം ബാർലി ഇരിപ്പുണ്ട്. സുബ്ഹാനല്ലാഹ്, അതാണ് ആകെ വീട്ടിൽ ഭക്ഷണമായിട്ട് സ്റ്റോക്ക് ഉള്ളത്. ഇപ്പോൾ നമ്മുടെ എല്ലാം വീട്ടിൽ അപ്രതീക്ഷിതമായിട്ടൊരു ഗസ്റ്റ് വരികയാണെങ്കിൽ 1-2 ദിവസത്തിനുള്ളതെല്ലാം നമ്മളെ ഫ്രിഡ്ജിലും മറ്റുമായിട്ട് സ്റ്റോക്ക് ഉണ്ടാകും. അപ്പോൾ ആ വീട്ടിൽ ആകെ ഭക്ഷണമായിട്ടുള്ളത് ഒരല്പം ബാർലി മാത്രമാണ്. പിന്നീട് ജാബിർ റളിയല്ലാഹു അൻഹു ഈ ഒരു ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ ഈ ഒരു ഹദീസ് കാണാൻ സാധിക്കും. അദ്ദേഹം പറയാണ്, അവിടെ ഒരു ചെറിയ പെണ്ണാടുണ്ടായിരുന്നു. അതായത് അറുക്കാനൊന്നും പ്രായമായിട്ടില്ല, അറുത്താൽ തന്നെ ഒരു അല്പം ഇറച്ചി മാത്രമേ കിട്ടുള്ളൂ. അതൊന്നും നോക്കാതെ അദ്ദേഹം ആ ആടിനെ പോയി അറുത്തു. അതോടൊപ്പം ആ ബാർലി ഉപയോഗിച്ച് ഒരല്പം റൊട്ടി ഉണ്ടാക്കി. അങ്ങനെ രണ്ടാളും കൂടെ ആ ഭക്ഷണമെല്ലാം പ്രിപ്പയർ ചെയ്ത് അവർ അത് വേവിക്കാൻ വേണ്ടി ചട്ടിയിൽ വെച്ചു. ജാബിർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് തിരിച്ചു പോവാണ്. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഭാര്യ വിളിച്ച് പറയുന്നുണ്ട്, കുറച്ച് ഭക്ഷണമേ ഉള്ളൂ, അതിനനുസരിച്ചുള്ള ആളെ വിളിച്ചാൽ മതി, നിങ്ങൾ ഒരുപാട് ആളെ കൊണ്ടുവന്ന് എന്നെ വഷളാക്കരുതെന്ന് ഭാര്യ പ്രത്യേകമായിട്ട് പറഞ്ഞു. അങ്ങനെ ജാബിർ റളിയല്ലാഹു അൻഹു പോയി റസൂലുള്ളാഹിന്റെ അടുത്തെത്തി. റസൂലുള്ളാഹിന്റെ അടുത്ത് പോയിട്ട് മെല്ലെ സ്വകാര്യമായിട്ട് പറഞ്ഞു, യാ റസൂലുള്ളാഹ്, ഞാനും എൻ്റെ ഭാര്യയും കൂടി ഒരു ചെറിയ ആടിനെല്ലാം അറുത്ത് ഒരല്പം ഫുഡ്, ഒരല്പം സദ്യ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് ആളുകൾക്ക്, ഒരു 10 താഴെ ആളുകളായിട്ട് നിങ്ങൾ എൻ്റെ കൂടെ വരണം, കാരണം അത്രയ്ക്കേ ഫുഡുള്ളൂ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ട ഉടനെ റസൂലുള്ളാഹി അവിടെ കയറി നിന്ന് ഒച്ചത്തിൽ ആ ഖന്തക്കിൽ ആ കിടങ്ങ് കുടിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളും കേൾക്കുമാർ റസൂലുള്ളാഹി ഉറക്കെ വിളിച്ചു, യാ അഹ്ല ഖന്തക്, കിടങ്ങുകാരെ, നമുക്ക് വേണ്ടി ജാബിറും അദ്ദേഹത്തിന്റെ ഭാര്യയും റളിയല്ലാഹു അൻഹു നമുക്കായിട്ട് സദ്യ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഫഹയ്യ ഹലം ബിക്കും, നിങ്ങൾ മുഴുവൻ തഫദ്ദൽ, നിങ്ങൾ മുഴുവൻ വരിക. അപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു അത് കേട്ട് ഞെട്ടാണ്. കാരണം ആ ഭക്ഷണം കഷ്ടിച്ച് 10 ആളുകൾക്കെല്ലാം കഴിക്കാനുള്ളതുള്ളൂ. പക്ഷേ റസൂലുള്ളാഹി മുഴുവൻ ആളുകളെയും ക്ഷണിച്ചിരിക്കുകയാണ്. ജാബിർ റളിയല്ലാഹു അൻഹു മുന്നിൽ പോവാണ്. അപ്പോൾ റസൂലുള്ളാഹി പ്രത്യേകമായിട്ട് പറഞ്ഞു, ഞാൻ അവിടെ എത്തുന്നത് വരെ ആ പാത്രം ഒന്നും തുറക്കരുത്, ആ പാത്രം അടുപ്പിൽ തന്നെ ഇരിക്കട്ടെ, ഞാൻ വന്നിട്ട് തുറക്കാം, പ്രത്യേകമായിട്ട് റസൂലുള്ളാഹി പറഞ്ഞു. അങ്ങനെ ജാബിർ റളിയല്ലാഹു അൻഹു ആദ്യം വീട്ടിലേക്ക് എത്തി. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ആ കിടങ്ങിലുള്ള മുഴുവൻ സംഘവും ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ വീട്ടിലെത്തിയ ഉടനെ ജാബിർ റളിയല്ലാഹു അൻഹു ഭാര്യയോടുണ്ടായ സംഭവം പറഞ്ഞു. ഉടനെ തന്നെ ഭാര്യ, നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്? നിങ്ങളാണോ മുഴുവൻ ആളുകളെയും ക്ഷണിച്ചത്, അതോ റസൂലുള്ളാഹി ക്ഷണിച്ചതാണോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊന്നുമല്ല, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷണിച്ചതാണ്. അപ്പോൾ ഭാര്യ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്, ഭാര്യയുടെ ഈമാൻ നോക്കുക. അങ്ങനെ റസൂലുള്ളാഹി വീട്ടിൽ പ്രവേശിച്ചു. നേരത്തെ പറഞ്ഞതുപോലെ അവർ ആ പാത്രം തുറന്നിട്ടുണ്ടായിരുന്നില്ല. റസൂലുള്ളാഹി പോയി ആ പാത്രം തുറന്ന് റസൂലുള്ളാഹിൻ്റെ ബർക്കത്താക്കപ്പെട്ട ഉമിനീര് പുരട്ടി. അതിനുശേഷം റസൂലുള്ളാഹി പ്രത്യേകമായിട്ട് അനുഗ്രഹത്തിന് വേണ്ടി, ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷം അവിടെ വന്ന വലിയ സംഘത്തിൽ നിന്ന് ഓരോ 10 ആളുകളോട് കയറി വരാൻ പറഞ്ഞു. കാരണം അതിനുള്ള സ്പേസേ അതിനകത്തുള്ളൂ. ഓരോ 10 അംഗ സംഘം വന്ന് അവിടെ നിന്നും അവർക്ക് വേണ്ടുവോളം, അതായത് അവർ വയറ് നിറയുമാർ അവർ കഴിച്ച് ഓരോ 10 അംഗ സംഘം മടങ്ങുകയാണ്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന മൊത്തം ആളുകളും വയറ് നിറയെ കഴിച്ചു പോയിട്ടും അവർ ആദ്യം ഉണ്ടാക്കിയ അതേ ക്വാണ്ടിറ്റി ആ ഭക്ഷണം ആ പാത്രത്തിൽ അവശേഷിക്കുന്നതായിട്ട് അവസാനം കാണാൻ സാധിച്ചു എന്നുള്ളത്. മൊത്തം ആളുകളെന്ന് പറയുമ്പോൾ ഹദീസിൽ പറയുന്നുണ്ട്, ആയിരക്കണക്കിന് ആളുകൾ, 1000-ഓളം ആളുകൾ ആ കിടങ്ങിൽ പണിയെടുത്ത മുഴുവൻ ആളുകളും കഴിച്ചിട്ടും ആ പാത്രത്തിൽ അതേ ക്വാണ്ടിറ്റി അവസാനം കാണാൻ സാധിച്ചു എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹിൻ്റെ ഒരു മുഅ്ജിസത്താണ്. ഇപ്പോൾ ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വേറെയും സമാനമായിട്ടുള്ള സംഭവങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ ഒരല്പം ക്വാണ്ടിറ്റി പാല് നിരവധി ആളുകൾക്ക് റസൂലുള്ളാഹി ഇതേ രൂപത്തിൽ നൽകുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു ചെറിയ സംഘമായിരുന്നു. പക്ഷേ ഇത്രയും വലിയൊരു സംഘത്തിന് മൊത്തത്തിൽ അവർ കാണുമാർ ഈ രൂപത്തിൽ റസൂലുള്ളാഹി ഒരു അത്ഭുതം പ്രവർത്തിച്ച ആ ഒരു സംഭവം ഈ രൂപത്തിൽ മറ്റൊന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഒരല്പം ക്വാണ്ടിറ്റി അത് ഇരട്ടികളായിട്ട് വർദ്ധിച്ച് അത് ഒരുപാട് ഉപകരിക്കുക, അതാണ് ബർക്കത്ത്, സിയാദത്തുൽ ഖൈർ, ആ നന്മയുടെ വർധനവ്. അതൊരു വസ്തുവാകാം, അതല്ലെങ്കിൽ സമയമാകാം. ഇപ്പോൾ റസൂലുള്ളാഹി പ്രാർത്ഥനയിൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ വഖ്തിന, അല്ലെങ്കിൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മാലിന, ഓരോന്നിലും ബർക്കത്ത് ചോദിച്ച് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ സമയത്തിലുള്ള ബർക്കത്ത്, ചില ആളുകൾ 1 മണിക്കൂർ കൊണ്ട് 4-5 മണിക്കൂർ ചെയ്യേണ്ട ജോലി ചെയ്ത് തീർക്കുന്നുണ്ടാകും. അതല്ലെങ്കിൽ ഇപ്പോൾ സമ്പത്തിൽ ഒരേ സാലറി വാങ്ങുന്ന 2 ആളുകൾ, അതിലൊരാൾ അയാളുടെ ആവശ്യങ്ങളെല്ലാം നിർവഹിച്ചിട്ടും ബാക്കി പണം ബാക്കിയാകുന്ന അവസ്ഥ. അതേസമയം അതേ സാലറി വാങ്ങുന്ന മറ്റൊരാൾ, അയാൾക്ക് ഒന്നിനും തികയാത്തൊരവസ്ഥ.
അപ്പം ഈ രൂപത്തിൽ ലഭിക്കുന്ന എല്ലാ കാര്യത്തിലും പ്രത്യേകമായിട്ട് ആ ബർക്കത്ത് ലഭിക്കാൻ വേണ്ടി റസൂലുള്ളാഹി പ്രത്യേകം തന്നെ പ്രാർത്ഥിച്ചിരുന്നു. അല്ലാഹുമ്മ ബാരിക് ലി ഫീമ റസഖ്തനി, അല്ലെങ്കിൽ അല്ലാഹുമ്മ ബാരിക് ലി ഫീമ അഅ്തൈതനി. ആ ഒരു ബർക്കത്തിന്റെ സ്രോതസ് എന്നുള്ളത് അത് അള്ളാഹു ആണ്. അതുകൊണ്ടാണ് ഇപ്പോൾ സൂറത്ത് മുൽക്കിന്റെ ആരംഭത്തിൽ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, ആ ബർക്കത്തിന്റെ സ്രോതസ് എന്നുള്ളത് അള്ളാഹു ആണ്. അപ്പോൾ ഈ ആ രൂപത്തിലുള്ള ഒരു അത്ഭുത പ്രവൃത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ അവർ ആ ഭക്ഷണം എല്ലാം കഴിച്ച് അവർ വീണ്ടും ആ ജോലിയിൽ വ്യാപൃതരാവുകയാണ്. അങ്ങനെ അവർ കുഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് വീണ്ടും മറ്റൊരു അത്ഭുതം അവിടെ സംഭവിക്കുന്നുണ്ട്. അതേ ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു സ്വഹീൽ ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം പറയുകയാണ്, അവർ കുഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ വലിയൊരു പാറ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അപ്പം അവരെത്ര വെട്ടിയിട്ടും ആ പാറ അവർക്ക് പൊട്ടിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ അവസാനം അവർ റസൂലുള്ളാഹിനോട് വന്ന് പരാതി പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞ ഞാൻ ഇളക്കിത്തരാം. ആ റസൂലുള്ളാഹി അവരുടെ കയ്യിൽ നിന്ന് ആ പിക്കാസ് അല്ലെങ്കിൽ ആ മഴു വാങ്ങി റസൂലുള്ളാഹി ശക്തി ഉപയോഗിച്ച് ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പാറ ആഞ്ഞു വെട്ടിയ സമയത്ത് ആ വെട്ടുകൊണ്ട ഉടനെ അതിൽ നിന്നും തീപ്പൊരി പാറി ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അല്ലാഹു അക്ബർ ഖദ് ഉഅതീതു മഫാത്തിഹ ശാം. അല്ലാഹു അക്ബർ, ആ ഷാമിന്റെ ഖജനാവുകളുടെ താക്കോൽ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. വല്ലാഹി അവരുടെ ആ ചെങ്കോട്ടകൾ ഞാനിപ്പോൾ കാണുന്നു. റസൂലുള്ളാഹി അത് പറയാണ്. ആ പാറയുടെ ഒരു ഭാഗം പൊടിയുകയും ചെയ്തു. അതായത് ഷാം എന്നുള്ളത് ആ സിറിയ, ഫലസ്തീൻ, ജോർദാൻ, ലബനോനെല്ലാം അടങ്ങുന്ന ആ വലിയ പ്രവിശ്യ, അത് കീഴടക്കും എന്നുള്ള ഒരു പ്രവചനമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്. അത്ഭുതമാണ്. കാരണം അത് കേവലം ആ 10 താഴെ വർഷം കൊണ്ട് തന്നെ ആ ഒരു പ്രവചനം പൂർത്തീകരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ആദ്യമായിട്ട് മുസ്ലിങ്ങൾ കീഴടക്കുന്ന ഒരു പ്രദേശമായിരുന്നു സിറിയയുടെ ഭാഗം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ റോമിനും പേർഷ്യക്കെതിരെ ഒരേ സമയം ആ സൈനിക മുന്നേറ്റം നടത്തുന്നുണ്ട്. അതിൽ ആ റോമിനെതിരെ അജ്നദൈൻ യുദ്ധം അരങ്ങേറുന്ന, അജ്നദൈൻ യുദ്ധം കഴിഞ്ഞ് ആ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള യർമൂക്ക് യുദ്ധം നടക്കുന്ന സമയത്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറയുന്നത്. ഏറെ വൈകാതെ തന്നെ അവർ ആ സിറിയൻ ക്യാപിറ്റൽ ഡമസ്കസിലേക്ക് പ്രവേശിക്കുന്നു. അതിനുശേഷം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ ആദ്യകാലത്ത് തന്നെ ആ ജെറൂസലേമും മുസ്ലിങ്ങളുടെ കയ്യിലേക്ക് വരികയാണ്. അതോടുകൂടെ ആ ഒരു പ്രവചനം അവിടെ പൂർത്തിയാകുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ആ കല്ലിന്റെ അവശേഷിക്കുന്ന ഭാഗം പൊട്ടിക്കാൻ വേണ്ടി റസൂലുള്ളാഹി ആ മഴു ആഞ്ഞു വെട്ടാണ്. ബിസ്മില്ല എന്ന് പറഞ്ഞ് ആഞ്ഞു വെട്ടിയ സമയത്ത് അത് ആ കല്ലിൽ കൊണ്ട ഉടനെ തന്നെ തീപ്പൊരി പാറി. ആ സമയത്തും റസൂലുള്ളാഹി ഉറക്കെ പറഞ്ഞു, അല്ലാഹു അക്ബർ ഉഅതീതു മഫാത്തിഹ ഫാരിസ്. അല്ലാഹു അക്ബർ, പേർഷ്യയുടെ താക്കോലുകൾ അള്ളാഹു എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. വല്ലാഹി ആ മദാഇനിലുള്ള വെള്ളക്കോട്ടകൾ, അവിടെയുള്ള വെള്ളക്കൊട്ടാരങ്ങൾ ഞാനിപ്പോൾ കാണുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് സമയത്ത് ആ റോമിനെതിരെ യർമൂക്ക് യുദ്ധം ഒരു ഭാഗത്ത് അരങ്ങേറുന്ന സമയത്ത് തന്നെ പേർഷ്യക്കെതിരെയും ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ആദ്യത്തിൽ ദാത്തു സലാസിൽ, ബാറ്റിൽ ഓഫ് ചെയിൻസ്, അതിൽ നിന്ന് ആരംഭിച്ച് പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന് ശേഷം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അരങ്ങേറിയ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ഖാദിസിയ യുദ്ധത്തിൽ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ മുസ്ലിങ്ങൾ തിളക്കമാർന്ന വിജയം നേടുകയാണ്. ആ വിജയത്തിന് ശേഷം പിന്നീട് മുസ്ലിം സൈന്യം പോകുന്നത് ആ ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യമായിരുന്ന പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാന നഗരി റസൂലുള്ളാഹി പറഞ്ഞ മദാഇനിലേക്കാണ്. ഇംഗ്ലീഷിൽ ടെസിഫോൺ എന്നുള്ള ഒരു നഗരം, അത് ടൈഗ്രീസ് നദിയുടെ തീരത്തുള്ള ഒരു പട്ടണമാണ്. അവിടെയാണ് ആ കിസ്രയുടെ ആ വെള്ളക്കൊട്ടാരങ്ങൾ ഉള്ളത്. അപ്പം ആ ടൈഗ്രീസ് നദി അത്ഭുതകരമായിട്ട് മുറിച്ചു കടന്ന് മുസ്ലിം സൈന്യം ആ മദാഇനിലെത്തിയ സമയത്ത് അവിടെയുള്ള ആളുകളെല്ലാം ഭയന്ന് അവരെല്ലാം ഇട്ടുപേക്ഷിച്ചവർ ആ രാജാവടക്കം ഓടി രക്ഷപ്പെട്ടിരുന്നു. അങ്ങനെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള റോമിനേക്കാൾ ശക്തരായിരുന്ന ആ പേർഷ്യൻ സാമ്രാജ്യത്തെ 7-8 വർഷം കൊണ്ട് ആ ലോകഭൂപടത്തിൽ നിന്ന് മുസ്ലിങ്ങളെ തുടച്ചു നീക്കുകയാണ്. അവിടെ റസൂലുള്ളാഹിന്റെ ആ ഒരു പ്രവചനം പൂർത്തിയാവുകയാണ്. അപ്പം അത് എന്നും ചരിത്രകാരന്മാർക്കിടയിൽ ഒരു മിസ്റ്ററിയാണ്, അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. അവരതിന് പല കാരണങ്ങൾ പറയാറുണ്ടെങ്കിലും നമുക്കതിൻ്റെ കാരണം അറിയാമെന്നുള്ളതാണ്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞ ആ കിസ്രയുടെ വെള്ളക്കൊട്ടാരം, അതിൻ്റെ ആ ശേഷിപ്പുകൾ, താക്ക് കിസ്ര എന്നുള്ള പേരിൽ ഇന്നും അതേപോലെ തന്നെ ആ വലിയ പില്ലറുകളെല്ലാം, ഭീമാകാരമായിട്ടുള്ള പില്ലറുകളെല്ലാം ഇന്നും മദാഇനിൽ അതേ രൂപത്തിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് മദാഇൻ ഇന്നത്തെ മോഡേൺ ഇറാഖിൻ്റെ ക്യാപിറ്റൽ ബഗ്ദാദിൻ്റെ തെക്ക് ഭാഗത്ത് 10-35 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു പട്ടണമാണ്. ആ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് ഇതെല്ലാം അതേ രൂപത്തിൽ ഇന്നും സംരക്ഷിക്കപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. അപ്പം രണ്ടാമത്തെ ആ വെട്ടിൽ റസൂലുള്ളാഹി അവിടെ രണ്ടാമത്തെ പ്രവചനം നടത്തുന്നു, അതും അവിടെ പൂർത്തിയാവുകയാണ്. ശേഷം അവസാനമായിട്ട് ആ കല്ലിൻ്റെ അവശേഷിക്കുന്ന ഭാഗങ്ങൾ കൂടെ പൊട്ടിക്കാൻ വേണ്ടി റസൂലുള്ളാഹി ഒരിക്കൽ കൂടെ അതിൽ ആഞ്ഞു പൊട്ടി. അതോടുകൂടെ ആ കല്ല് പൊടിഞ്ഞു. ആ സമയത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു അക്ബർ, എനിക്ക് യമൻ്റെ കീകൾ, യമൻ്റെ ഖജനാവുകൾ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആ സനഅ, യമൻ്റെ തലസ്ഥാനം, അവിടെയുള്ള കവാടങ്ങൾ ഞാൻ കാണുന്നു. റസൂലുള്ളാഹി പറയുന്നുണ്ട്. അതും റസൂലുള്ളാഹിന്റെ ജീവിതകാലത്തും പിന്നീട് ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്തായിട്ട് യമനും മുസ്ലിങ്ങളുടെ കയ്യിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ പ്രവാചകത്വത്തിനുള്ള, നുബുവത്തിനുള്ള ഏറ്റവും വലിയ തെളിവുകളിലൊന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെയെല്ലാം നടത്തുന്ന ആ അവിശ്വസനീയമായിട്ടുള്ള പ്രവചനങ്ങളെല്ലാം.
അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ റസൂലുള്ളാഹി ഇതെല്ലാം പറയുന്ന സന്ദർഭങ്ങളാണ്. ഈ ഒരു സമയം തന്നെ ചിന്തിച്ചു നോക്കുക. അതായത് സ്വന്തം നിലനിൽപ്പ്, സ്വന്തം അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ആ സമയമാണ്. അത്രയും വലിയ സൈന്യമായിട്ട് അവർ പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ആ സൈന്യത്തിനെതിരെ വിജയിക്കോ അതല്ലെങ്കിൽ മുസ്ലിങ്ങളെ സമ്പൂർണ്ണമായിട്ട് തുടച്ചു നീക്കോ അതൊന്നും അറിയാതെ ഈ നിൽക്കുന്ന ഈ ഒരു സമയത്താണ് അക്കാലഘട്ടത്തിൽ ലോകത്തെ ഏറ്റവും വലിയ 2 സാമ്രാജ്യങ്ങളെല്ലാം മുസ്ലിങ്ങൾ കീഴടക്കും എന്നുള്ള ആ ഒരു പ്രവചനം റസൂലുള്ളാഹി നടത്തുന്നത്. അത് നേരത്തെയും നമ്മൾ കാണുന്നുണ്ട്. ഹിജ്റയുടെ ആ സമയത്ത് സുറാഖ് ബിൻ മാലിക് റസൂലുള്ളാഹിനെ പിന്തുടരുന്നുണ്ട്. സ്വന്തം നാട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട് മറ്റാരും കാണാതെ രഹസ്യമായിട്ട് റസൂലുള്ളാഹി ഹിജ്റ പോവാണ്. റസൂലുള്ളാഹിന്റെ തലക്ക് അവർ വിലയിട്ടിട്ടുണ്ട്. ആ സമയത്താണ് പിറകെ വന്ന സുറാഖ് ബിൻ മാലിക്കിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യം പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയുടെ വളകൾ നിന്റെ കൈകളിൽ വന്നു ചേരുമെന്നുള്ള അവിശ്വസനീയമായിട്ടുള്ള ഒരു പ്രവചനം റസൂലുള്ളാഹി അവിടെ പറയുന്നു. അതെല്ലാം വളരെ കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ തന്നെ ആ പ്രവചനങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കണം. അതെല്ലാം വളരെ കൃത്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സംസാരിക്കുന്നതെല്ലാം ആ വഹീൻ്റെ അടിസ്ഥാനത്തിലാണെന്നും റസൂലുള്ളാഹിൻ്റെ ആ നുബുവത്തിൻ്റെ സത്യസന്ധതയാണ് ഈ ഒരു പ്രവചനങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നത്. അങ്ങനെ മുസ്ലിങ്ങൾ ആ കിടങ്ങിൻ്റെ പണി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന മുനാഫിക്കുകൾ അവർ പല എക്സ്ക്യൂസുകളും പറഞ്ഞ് അവർ മാറി നിൽക്കുന്നുണ്ട്. അത് അവരുടെ സ്ഥിരം നേച്ചറാണ്. പ്രതിസന്ധികൾ വരുന്ന സമയത്ത് അവർ അപ്രത്യക്ഷരാകും. പരിശുദ്ധ ഖുർആനിൽ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ സൂറത്തു നൂറിൻ്റെ 63-ാമത്തെ വചനത്തിലെല്ലാം അവരുടെ ആ ഒരു പ്രവണത അള്ളാഹു പറയുന്നുണ്ട്. അങ്ങനെ അവസാനം ആ ശത്രു സൈന്യം മദീനയിൽ എത്തുന്നതിന് മുമ്പായിട്ട് ആ കിടങ്ങിൻ്റെ പണി സമ്പൂർണ്ണമായിട്ട് അവർ പൂർത്തിയാക്കുകയാണ്. എത്ര ദിനം കൊണ്ട് എന്നുള്ളതിൽ നിരവധി ചില ആളുകൾ രണ്ടാഴ്ച അതല്ലെങ്കിൽ 10 ദിവസം അല്ലെങ്കിൽ ഒരു മാസം എന്നുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും. അല്ലാഹു അലം. ഏതായിരുന്നാലും മുസ്ലിം സൈന്യം ഒന്നടങ്കം ആ പണിയെല്ലാം പൂർത്തിയാക്കി അതിൽ നിന്നും വിരമിച്ചപ്പോഴേക്ക് 4000-ഓളം വരുന്ന ആ ഖുറൈശി സൈന്യം അവിടെ എത്തുകയാണ്. അവർ ആ മദീനയുടെ അവാലി, അതായത് തെക്ക് കിഴക്ക് ഭാഗത്തുള്ള ആ ഒരു പ്രദേശത്ത് ആ ഖുറൈശി സൈന്യം താവളടിക്കുകയാണ്. അതിനുശേഷം അവരുടെ തൊട്ടു പിറകിലായിട്ട് 6000-ഓളം വരുന്ന ആ ഗത്ഫാനും മറ്റ് ഇതര ഗോത്രങ്ങളെല്ലാം അടങ്ങുന്ന ആ സഖ്യകക്ഷികൾ അവർ ഉഹുദിൻ്റെ ആ ഭാഗത്തുകൂടെ അവരും വരുന്നുണ്ട്. അപ്പോൾ അവരുടെ ആ വരവിൻ്റെ ഒരു ഏരിയൽ വ്യൂ അള്ളാഹു മനോഹരമായിട്ട് ഒപ്പിയെടുത്ത് പരിശുദ്ധ ഖുർആനിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സൂറത്തുൽ അഹ്സാബിൻ്റെ 10-ാമത്തെ ആയത്തിൻ്റെ തുടക്കത്തിൽ ഇത് ജാഊക്കും മിൻ ഫൗഖിക്കും വമിൻ അസ്ഫല മിൻകും, നിങ്ങളുടെ മുകൾ ഭാഗത്തുകൂടെയും താഴ്ഭാഗത്തുകൂടെയും അവർ നിങ്ങളിലേക്ക് വന്ന സന്ദർഭം അള്ളാഹു അതാണ് അവിടെ ഒപ്പിയെടുക്കുന്നത്. അങ്ങനെ ആ 10,000-ഓളം വരുന്ന ആ ശത്രുക്കളുടെ ആ സഖ്യകക്ഷികൾ ഒന്നടങ്കം മദീനയിൽ അവിടെ ക്യാമ്പ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ മുസ്ലിങ്ങളും ആ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. മുസ്ലിങ്ങൾക്ക് അവർ നിർമ്മിച്ച ആ ഒരു കിടങ്ങ് വഴി അവരെ പ്രതിരോധിക്കാൻ സാധിക്കുമോ? അതിനേക്കാൾ ഉപരി അവർ ഈ രൂപത്തിൽ കിടങ്ങ് വെച്ച് പ്രതിരോധം തീർക്കുന്ന സമയത്ത് തന്നെ അവരുടെ പിറകിലൂടെ മറ്റൊരു പ്രതീക്ഷിക്കാത്ത അപകടം മുസ്ലിങ്ങളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്ത് വളരെ വിശദമായിട്ട് നമ്മൾ പ്രതിപാദിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഇനി സീറയുടെ തുടർന്നുള്ള ഭാഗങ്ങൾ റമദാന് ശേഷം നമ്മൾ പുനരാരംഭിക്കുന്നതാണ്. ശ്രോതാക്കളോടൊരു റിക്വസ്റ്റ്, പല രൂപത്തിലായിട്ട് ഈ ഒരു സംരംഭത്തെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു ഉറ്റമിത്രം പെട്ടെന്ന് അള്ളാഹുവിലേക്ക് യാത്രയാവുകയുണ്ടായി. ആ സഹോദരന് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. അദ്ദേഹം ചെയ്ത സൽക്കർമ്മങ്ങൾക്ക് ഇരട്ടിയായിട്ട് നൽകി നാളെ അദ്ദേഹത്തെയും നമ്മളെയും ആ സ്വർഗത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അത് താങ്ങാനുള്ളൊരു കരുത്ത് അള്ളാഹു നൽകുമാറാകട്ടെ. ആമീൻ. അതേപോലെ തന്നെ നമ്മളിൽ നിന്നും മരണപ്പെട്ട നിരവധി ആളുകൾ അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ഈ സമയത്തും മുസ്ലിം ഉമ്മത്തിൻ്റെ പല ഭാഗത്തും വലിയ പ്രതിസന്ധികളിലൂടെ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കണം. ഗസയിൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന അവർക്ക് ക്ഷമയും അതിനർഹമായിട്ടുള്ള പ്രതിഫലവും, അതോടൊപ്പം അവരോട് ഈ ക്രൂരത പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശത്രുക്കൾക്ക് നിന്ദതയും പരാജയവും അള്ളാഹു നൽകുമാറാകട്ടെ. വരാനിരിക്കുന്ന റമദാൻ അതിനെ നല്ല രൂപത്തിൽ വരവേൽക്കാനും കഴിയുന്നത്ര സൽക്കർമ്മങ്ങൾ അധികരിപ്പിച്ച് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.